ഹമാസിൻ്റെ ഉന്നത നേതാവ്, അവരുടെ പൊളിറ്റിക്കൽ ചീഫ്, രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറുകളിൽ ഹനിയയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇറാനിലെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആൾക്കാരാണ് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാമിനി അന്തിമ യാത്ര പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ അതിഥിയായി വന്ന ആളെ, ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയയെ വധിച്ചവർക്കെതിരെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പൊതുവെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. അവർ തള്ളി പറഞ്ഞിട്ടില്ല ഞങ്ങളാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, യു ഹാവ് ടു പേ ഹൈ പ്രൈസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ പ്രൈസ് ഫോർ എനിമീസ്. ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിന് കൃത്യമായി അവരുടെ എതിരാളികളെ ടാർഗറ്റ് ചെയ്ത് അവരെ കൊലപ്പെടുത്തുന്ന രീതി നേരത്തെ തന്നെ ഉള്ളതാണ്. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗം ഈ ഹനിയയുടെ വധത്തെ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ സംസാരിക്കുന്നു. പാലസ്തീൻ, ഇസ്രായേൽ, അതുപോലെ തന്നെ അമേരിക്ക പറയുന്നത് ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾക്കറിവില്ല. അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് ചില ഹമാസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്ക നിഷേധിക്കുകയാണ്. അമേരിക്ക അറിയാതെയാണ് ആ ഭാഗത്ത് യുദ്ധം വ്യാപിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് എന്നാണ് ഇസ്രായേലിനോട് പറഞ്ഞത്. പക്ഷേ ഇസ്രായേൽ ആരെയും അറിയിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പരോക്ഷമായിട്ട് അവർ പറയുന്നു. പക്ഷേ ഇസ്രായേലാണ് ചെയ്തതെന്ന് ഇപ്പോഴാരും പറയുന്നില്ല. ഇറാനും വലിയ നാണക്കേടുണ്ട്. കാരണം ഇസ്രായേൽ ഇറാൻ്റെ മണ്ണിൽ കയറി മിസൈൽ അയച്ച് അവിടുത്തെ കൃത്യമായിട്ട് ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്ന കെട്ടിടം തകർക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നു. അമ്പരപ്പിലാണ് ഇറാൻ. പക്ഷേ ഇറാൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ തിരിച്ചടിക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകിച്ച് ഈ ഗസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഹമാസിന് എല്ലാവിധ പിന്തുണയും ആയുധങ്ങളും നൽകുന്നത് ഇറാനാണ്. ലെബനിൽ ഹെസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ ഫൈറ്റ് ചെയ്യുന്നു, ഹെസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ഇറാനാണ്. തിരിച്ച് യമനിൽ ഹൂതികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് അതിലെ നേതാക്കളെ, പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഒക്ടോബർ 7 നടന്ന ഹമാസിൻ്റെ ആക്രമണത്തിൽ 1200-ഓളം പേരാണ്, ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. 350 പേരെ ബന്ദികളായി കൊണ്ടുപോയി. ഇതിന് നേതൃത്വം നൽകിയ നേതാക്കളെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് വകവരുത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പദ്ധതിയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മേഖല മുഴുവൻ വലിയ രീതിയിലേക്ക് പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. പല ലോകമെമ്പാടും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ, മൊറോക്കോയിൽ, ജോർദാനിൽ, തുർക്കിയിൽ അടക്കം പല രാജ്യങ്ങളിലും ഇസ്രായേലിനെതിരുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഈവൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ നടക്കുന്നു. ഇത് വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും അവരുടെ ഭരണകൂടവും പിന്മാറാൻ തയ്യാറല്ല. അവർ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ലെബനനിൽ ഈ മണിക്കൂറുകളിൽ നടന്ന ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനകം ലെബനനിലെ ഹെസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 470-ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗസയിൽ ആക്രമണം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനകം ഈ മണിക്കൂറുകളിൽ തന്നെ 10-60 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 60-ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ 39,500-ലേറെ ആയിട്ടുണ്ട്, 40,000-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നടന്നുകൊണ്ടിരുന്ന വെടിനിർത്തൽ ചർച്ചകളുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലും, പാലസ്തീൻ്റെ നേതാക്കളൊക്കെ തമ്മിൽ. അതിൽ ഹമാസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചകൾക്ക് പോയിക്കൊണ്ടിരുന്നത് ഇസ്മായിൽ ഹനിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വധിച്ചതോടുകൂടി വെടിനിർത്തൽ ചർച്ചകൾ തൽക്കാലത്തേക്കെങ്കിലും പൊളിഞ്ഞിരിക്കുകയാണ്. ചർച്ചകൾ നടക്കുന്നില്ല. അപ്പോൾ വെടിനിർത്തലിനെ കുറിച്ച് ഇപ്പോൾ അടുത്തൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ആ തരത്തിലേക്ക്. എന്ന് മാത്രമല്ല ഹെസ്ബുള്ളയുടെ കമാൻഡറെ വധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ സ്ട്രൈക്കിലാണ്, വ്യോമാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഹെസ്ബുള്ള പറയുന്നു. ഹെസ്ബുള്ള ഇതുവരെ പറഞ്ഞിരുന്നില്ല തന്നെ ഞങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളത്. കാരണം അറ്റാക്ക് ചെയ്ത കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് നടുവിൽ അദ്ദേഹത്തിന് വേണ്ടി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഈ മണിക്കൂറുകളിൽ ഷുക്കൂറിൻ്റെ
ഭൗതിക ശരീരം കണ്ടെടുത്തു. അതുകൊണ്ട് അവർ സ്ഥിരീകരിച്ചു. എന്തായാലും ഒരു 24 മണിക്കൂറിനുള്ളിൽ ഹെസ്ബുള്ളയുടെ കമാൻഡറെ, ഇപ്പോഴത്തെ ഹമാസിൻ്റെ നേതാവിനെ ഒക്കെ വധിച്ചുകൊണ്ട് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒഫൻസിലേക്കാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ട്. ഈ രീതിയിലേക്ക് പോയാൽ പശ്ചിമേഷ്യ കത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇറാൻ എന്തായാലും ഇറാൻ നോക്കിയിരിക്കാൻ പറ്റില്ല. ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ വന്നാൽ ഇസ്രായേൽ തിരിച്ചടിക്കും. ഇസ്രായേൽ ഇറാൻ എന്നുള്ള തരത്തിലേക്ക് തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ ഇരുപക്ഷത്തോടും പറയുന്നുണ്ട്, നിങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഐക്യരാഷ്ട്രസഭ പറയുന്നത് കേൾക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം.